ഹായ് ഹലോ നമസ്കാരം. ചോയ്സ് പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. എറണാകുളം ജില്ലയിൽ കാക്കനാടടുത്തായി പള്ളിക്കര മോറക്കാല ജംഗ്ഷനിൽ നിന്നും വളരെ അടുത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു 4 ബെഡ്റൂം വീടിൻ്റെ വിശേഷവുമായാണ് ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. 5.5 സെൻറ്റിലും 5.25 സെൻറ്റിലും 2.100 സ്ക്വയർ ഫീറ്റിലും 2.200 സ്ക്വയർ ഫീറ്റിലും വരുന്ന 2 വീടുകളാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ഈ വീട്ടിൽ നിന്ന് കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് വരുന്ന ദൂരം 5 കിലോമീറ്ററാണ്. കൂടാതെ കാക്കനാട് സിവിൽ സ്റ്റേഷനിലേക്ക് 7.5 കിലോമീറ്ററും മോറക്കാല ജംഗ്ഷനിലേക്ക് 1 കിലോമീറ്ററുമാണ് ഉള്ളത്. ഒത്തിരി വില്ലകളും അതിൽ താമസക്കാരുമുള്ള വലിയൊരു വില്ല കമ്മ്യൂണിറ്റിയിൽ തന്നെയാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ഈ വീടുകളിൽ 5.5 സെൻറ്റിൽ വരുന്ന വീടിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. അത്യാവശ്യം വീതിയുള്ള ടാർ റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ടെക്സ്റ്റർ ഡിസൈനൊക്കെ കൊടുത്തുകൊണ്ടുള്ള നല്ലൊരു ചുറ്റുമതിൽ നമുക്കിവിടെ കാണാം. വലിയൊരു സ്ലൈഡിംഗ് ഗേറ്റും ചെറിയൊരു ഫോൾഡിംഗ് ഗേറ്റുമായിട്ടാണ് ഈ വീടിൻ്റെ ഗേറ്റ് നൽകിയിരിക്കുന്നത്. മെയിൻ ഗേറ്റ് തുറന്ന് നമ്മൾ ആദ്യം കടന്നു ചെല്ലുന്നത് ഈ വീട്ടിലെ കവേർഡ് കാർ പാർക്കിംഗ് ഏരിയയിലേക്കാണ്. കവേർഡ് കാർ പാർക്കിംഗ് ഏരിയ കൂടാതെ തന്നെ വലിയൊരു SUV കാർ കൂടി നമുക്ക് ഈ വീടിന് മുന്നിലായി പാർക്ക് ചെയ്യാവുന്നതാണ്. മുറ്റം മുഴുവനായി തന്നെ കടപ്പാക്കലുകൾ വിരിച്ച് ആർട്ടിഫിഷ്യൽ ഗ്രാസ് കൊടുത്താണ് ഫിനിഷ് ചെയ്തിരിക്കുന്നത്. ഈ വീട്ടിലെ പ്രധാന ജലസ്രോതസ് എന്ന് പറയുന്നത് കിണർ വെള്ളം തന്നെയാണ്. 4-5 പേർക്ക് സുഖമായി ചേറിട്ടിരിക്കാവുന്ന വലിപ്പത്തിൽ തന്നെയാണ് ഈ വീടിൻ്റെ സിറ്റ് ഔട്ട് ചെയ്തിരിക്കുന്നത്. മുഴുവനായി തന്നെ ഗ്രാനൈറ്റിലാണ് ഇത് ഫിനിഷ് ചെയ്തിരിക്കുന്നത്. കിഴക്ക് ദർശനമായി ചെയ്തിരിക്കുന്ന നല്ലൊരു മെയിൻ ഡോർ നമുക്കിവിടെ കാണാം. മെയിൻ ഡോർ തുറന്ന് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് ഈ വീട്ടിലെ ഗസ്റ്റ് ലിവിംഗ് ഏരിയയിലേക്കാണ്. വളരെ സ്പേഷ്യസ് ആക്കി തന്നെയാണ് ഈ വീടിൻ്റെ ഗസ്റ്റ് ലിവിംഗ് ഏരിയ ചെയ്തിരിക്കുന്നത്. 3 പാളികളിലായി 2 ക്രോസ് വെന്റിലേഷനുകൾ ഇവിടെ നൽകിയിട്ടുണ്ട്. മൾട്ടിവുഡിൽ തീർത്ത നല്ലൊരു TV യൂണിറ്റും ഇവിടെ കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാം. ഭംഗിയാക്കി തന്നെ ചെറിയൊരു പ്ലെയിൻ സീലിംഗ് വർക്കും ഇവിടെ നൽകിയിട്ടുണ്ട്. ഗസ്റ്റ് ലിവിംഗ് ഏരിയയിൽ നിന്ന് നമ്മൾ നേരെ കടന്നു ചെല്ലുന്നത് ഈ വീട്ടിലെ ഡൈനിങ് സ്പേസിലേക്കാണ്. ഒരു 8 സീറ്റർ ഡൈനിങ് ടേബിളൊക്കെ സുഖമായി ഇടാവുന്നത്ര സ്പേഷ്യസ് ആക്കി തന്നെയാണ് ഈ ഡൈനിങ് ഏരിയ ചെയ്തിരിക്കുന്നത്. ഡൈനിങ് ഏരിയയിൽ നിന്ന് നമുക്കിനി ഈ വീടിൻ്റെ കിച്ചണിലേക്കൊന്ന് കടന്നു ചെല്ലാം. ഒരു ക്ലോസ്ഡ് കിച്ചൺ കൺസെപ്റ്റാക്കി തന്നെയാണ് ഇവിടെ കിച്ചൺ ചെയ്തിരിക്കുന്നത്. ഒട്ടും തന്നെ കൺജസ്റ്റഡ് ആവാതെ നല്ല രീതിയിൽ തന്നെ സ്പേസ് കൊടുത്താണ് ഈ വീടിൻ്റെ അടുക്കള ചെയ്തിരിക്കുന്നത്. വൈറ്റ് ആൻഡ് ഗ്രേ കളർ കോമ്പിനേഷനിലാണ് കിച്ചൺ കബോർഡ് ചെയ്തിരിക്കുന്നത്. കൃത്യമായി വാസ്തുപരമായി തന്നെയാണ് വീടിൻ്റെ അടുക്കള പണിതിരിക്കുന്നത്. നമുക്കിനി ഈ വീട്ടിലെ 1ാമത്തെ ബെഡ്റൂമിലേക്കൊന്ന് കടന്നു ചെല്ലാം. ഏകദേശം 12 അടി നീളവും 11 അടി വീതിയുമാണ് ഈ ബെഡ്റൂമിന് വരുന്നത്. ബെഡ്റൂമിൻ്റെ ഒരു കോർണറിലായി 2 പാളികളുള്ള വലിയൊരു വാർഡ്രോബ് നൽകിയിരിക്കുന്നത് നമുക്കിവിടെ കാണാം. നമ്മളിപ്പോൾ കാണുന്നതാണ് ഈ റൂമിലെ അറ്റാച്ച്ഡ് ബാത്റൂം. സിറ ജാഗോർ ബ്രാൻഡിൻ്റെ ഫിറ്റിംഗ്സ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇനി നമുക്ക് ഈ വീട്ടിലെ 2ാമത്തെ ബെഡ്റൂമിലേക്കൊന്ന് കടന്നു ചെല്ലാം. ഏകദേശം 10 അടി നീളവും 8 അടി വീതിയുമാണ് ഈ ബെഡ്റൂമിന് വരുന്നത്. ഒരു കിഡ്സ് റൂമൊക്കെയായി ഉപയോഗിക്കാവുന്ന രീതിയിലാണ് ഈ ബെഡ്റൂം നൽകിയിരിക്കുന്നത്. 2 പാളികളുള്ള വലിയൊരു വാർഡ്രോബ് നമുക്ക് ഇവിടെയും കാണാം. നമ്മളിപ്പോൾ കാണുന്നതാണ് ഈ റൂമിലെ അറ്റാച്ച്ഡ് ബാത്റൂം. ഈ വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലെ വിശേഷങ്ങൾ ഏകദേശം നമ്മൾ പൂർത്തിയാക്കി കഴിഞ്ഞു. നമുക്കിനി ഈ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലേക്കൊന്ന് പോയി നോക്കാം. സ്റ്റെയിൻലെസ് സ്റ്റീലിൽ ടഫൻ ഗ്ലാസ് ഇട്ടാണ് ഈ വീടിൻ്റെ ഹാൻഡ് റെയിൽ ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറി ചെല്ലുമ്പോൾ ചെറിയൊരു ലിവിംഗ് സ്പേസിലേക്കാണ് നമ്മൾ ആദ്യം കടന്നു ചെല്ലുന്നത്. അപ്പർ ലിവിംഗ് ഏരിയയിൽ നിന്ന് ആദ്യം തന്നെ കടന്നു ചെല്ലുന്നത് ഈ വീട്ടിലെ യൂട്ടിലിറ്റി സ്പേസിലേക്കാണ്. ഷീറ്റുകൾ ഉപയോഗിച്ച് കവർ ചെയ്ത് തന്നെയാണ് യൂട്ടിലിറ്റി ഏരിയ ചെയ്തിരിക്കുന്നത്. കൂടുതൽ സേഫ്റ്റിക്കായി മെഷ് കൊണ്ട് ചുറ്റുഭാഗവും മറച്ചിരിക്കുന്നത് നമുക്കിവിടെ കാണാം. യൂട്ടിലിറ്റി ഏരിയയുടെ ഒരു കോർണറിലായി വാഷിംഗ് മെഷീൻ വെക്കുന്നതിനായിട്ടുള്ള പോയിന്റും ഇവിടെ നൽകിയിട്ടുണ്ട്. നമുക്കിനി ഈ വീട്ടിലെ 3ാമത്തെ ബെഡ്റൂമിലേക്കൊന്ന് കടന്നു ചെല്ലാം. ഏകദേശം 12 അടി നീളവും 11 അടി വീതിയുമാണ് ഈ ബെഡ്റൂമിന് കൊടുത്തിരിക്കുന്നത്. ബെഡ്റൂമിൻ്റെ ഒരു കോർണറിലായി 3 പാളികളുള്ള വലിയൊരു വാർഡ്രോബ് നൽകിയിട്ടുണ്ട്. വുഡൻ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് വാർഡ്രോബ് കൊടുത്തിരിക്കുന്നത്. നമ്മളിപ്പോൾ കാണുന്നതാണ് ഈ റൂമിലെ അറ്റാച്ച്ഡ് ബാത്റൂം. നമുക്കിനി വീട്ടിലെ 4ാമത്തെയും അവസാനത്തെയും ബെഡ്റൂമിലേക്കൊന്ന് കടന്നു ചെല്ലാം. ഏകദേശം 11 അടി നീളവും 10 അടി വീതിയുമാണ് ഈ ബെഡ്റൂമിന് വരുന്നത്. 2 പാളികൾ കൊടുത്തുകൊണ്ടുള്ള വലിയൊരു വാർഡ്രോബും നമുക്ക് ഈ റൂമിലും കാണാൻ സാധിക്കുന്നുണ്ട്. നമുക്കിനി ഈ റൂമിലെ അറ്റാച്ച്ഡ് ബാത്റൂം ഒന്ന് കണ്ടു നോക്കാം. നമ്മളിനി അവസാനമായി കടന്നു ചെല്ലുന്നത് ഈ വീട്ടിലെ ബാൽക്കണിയിലേക്കാണ്. 20 അടിയിലധികം നീളം വരുന്ന വളരെ വലിയൊരു ബാൽക്കണി തന്നെയാണ് ഈ വീടിന് കൊടുത്തിരിക്കുന്നത്.
കുറച്ച് ഭാഗം കവേർഡായും ബാക്കി വരുന്ന ഭാഗം ഓപ്പൺ സ്പേസുമായിട്ടാണ് ഇവിടെ ബാൽക്കണി ചെയ്തിരിക്കുന്നത്. ഈ വീടുമായി ബന്ധപ്പെട്ട എല്ലാവിധ വിശേഷങ്ങളും ഏകദേശം നമ്മൾ പൂർത്തിയാക്കി കഴിഞ്ഞു. നമുക്കിനി അറിയേണ്ടത് ഈ വീടിൻ്റെ വിലയെ പറ്റിയാണ്. 5.5 സെന്റ് ഒറിജിനൽ ലാൻഡിൽ 2100 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം പ്ലസ് യൂട്ടിലിറ്റി ആയിട്ട് നിർമ്മിച്ചിരിക്കുന്ന ഈ വീടിന് ബിൽഡർ ചോദിക്കുന്ന വില 83 ലക്ഷം രൂപയാണ്. വില തീർച്ചയായും നെഗോഷ്യബിൾ ആണ്. കൂടാതെ ലോണും അവൈലബിൾ ആണ്. ഈ വീട് ആരെങ്കിലും നേരിൽ കാണാൻ ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ ചോയ്സ് പ്രോപ്പർട്ടീസുമായി ബന്ധപ്പെടേണ്ടതാണ്. ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു ദിവസം പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ തൽക്കാലം ഞങ്ങൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.